എന്തോന്നാണ് എന്തോന്നാണ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല സംഭവം. മണിരത്നത്തിനെ പോലെയുള്ള ഒരു ഡയറക്ടർ എടുത്തു വയ്ക്കേണ്ട പടം പോലും ക്വാളിറ്റി ഇല്ലാത്തൊരു സിനിമ. റിവ്യൂ പറയാൻ പോലും ക്വാളിറ്റി ഇല്ല. 10-0. പച്ചത്തെറിയാണ് പറയുന്നത്, പക്ഷെ പറയുന്നില്ല. ലെജൻസ് ആയതുകൊണ്ട് മാത്രം. പക്ഷെ ആ ലെജൻസ് ഒരു കാര്യം ആലോചിക്കണമായിരുന്നു. നായകന് ശേഷം ഒരു പടം ഇത്രയും വർഷത്തിന് ശേഷം എടുക്കുമ്പോൾ പ്രേക്ഷകരെ ചതിക്കാൻ പാടില്ല. മണിരത്നവും കമലഹാസന്റെ കുറെ പ്രതീക്ഷ, പക്ഷെ അതൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ പോയി, സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഒരു സീൻ ഉൾപ്പെടെ കമലഹാസൻ മണിരത്നം പാടുപെടും. അതായത് പ്രേക്ഷകരെ ഓരോ സിറ്റുവേഷനും സീൻസും കൺവേ ചെയ്യാൻ പാടുപെടും. ലോക്കൽ പിള്ളേർ പോലും ചെയ്യാത്ത ഒരു സ്ക്രിപ്റ്റ് അവരെ കളിയാക്കി പറയാൻ അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മണിരത്നം എന്ന് പറയുന്നത് രാവണൻ അതേപോലെയുള്ള സിനിമയൊക്കെ എടുത്തു വെച്ചിട്ടുള്ള എന്തോന്നാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കവാലടിച്ചു പോയി. ും അത്രേ ഉള്ളൂ, അതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ മണിരത്നവും കമലഹാസന്റെ കുറെ പ്രതീക്ഷ, പക്ഷെ അതൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ പോയി, സെക്കൻഡ് ഹാഫ് റിവ്യൂ പറയാൻ പോലും ക്വാളിറ്റി ഇല്ലാത്തൊരു സിനിമ. റിവ്യൂ പറയാൻ പോലും ക്വാളിറ്റി ഇല്ല. 10-0. അതാണ് ഈ സിനിമയുടെ. എന്തോന്നാണ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല സംഭവം. മണിരത്നത്തിനെ പോലെയുള്ള ഒരു ഡയറക്ടർ എടുത്തു വയ്ക്കേണ്ട പടം. കാരണം അത് പറയാൻ കാരണം മണിരത്നത്തിനെ പോലെയുള്ള ഒരു ഡയറക്ടർ, ഉലകനായകനെ പോലെയുള്ള ഒരു ആക്ടർ, അവരുടെ പ്രൊഡക്ഷൻ, അവരൊക്കെ പ്രേക്ഷകരോട് ചെറിയൊരു ബാധ്യത കാണിക്കും. കാരണം എന്തോന്നാണ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല സംഭവം. മണിരത്നത്തിനെ പോലെയുള്ള ഒരു ഡയറക്ടർ എടുത്തു വയ്ക്കേണ്ട പടം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. ഒന്നിനും ഒരു വായിക്കും കൊള്ളില്ല. അതിൽ എടുത്ത് പറയാൻ പറ്റുന്നത് AR റഹ്മാന്റെ മ്യൂസിക്. പക്ഷെ അയാളോടും ചതി ചെയ്തു. കാരണം ആർക്കും വേണ്ടാത്ത ചവറ്റുകൊട്ടിൽ ഇട്ടിരിക്കുന്ന ലോക്കൽ പിള്ളേർ പോലും ചെയ്യാത്ത ഒരു സ്ക്രിപ്റ്റ് അവരെ കളിയാക്കി പറയാൻ അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മണിരത്നം എന്ന് പറയുന്നത് രാവണൻ അതേപോലെയുള്ള സിനിമയൊക്കെ എടുത്തു വെച്ചിട്ടുള്ള സാധനം. ഇതിൽ തമിഴ്നാട്ടിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളെല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം ചെറിയ എലമെന്റ്സ് എടുത്തിട്ട് അവരുടെയൊക്കെ പൂശി എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തോന്നാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കവാലടിച്ചു പോയി. പച്ചത്തെറിയാണ് പറയുന്നത്, പക്ഷെ പറയുന്നില്ല. ലെജൻസ് ആയതുകൊണ്ട് മാത്രം. പക്ഷെ ആ ലെജൻസ് ഒരു കാര്യം ആലോചിക്കണമായിരുന്നു. നായകന് ശേഷം ഒരു പടം ഇത്രയും വർഷത്തിന് ശേഷം എടുക്കുമ്പോൾ പ്രേക്ഷകരെ ചതിക്കാൻ പാടില്ല. തഗ് ലൈഫ് എന്ന് പറഞ്ഞ പേര് വിട്ട് ട്രെയിലറിൽ തന്നെ സിനിമ മൊത്തം കാണിച്ചിട്ടുണ്ട്. അതല്ലാതെ സിനിമയിൽ ഒരു സാധനമില്ല. എന്നാൽ ആ ട്രെയിലർ ഇറക്കാൻ പാടില്ല, അല്ലെങ്കിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. ഒരു ഇമോഷൻസും പ്രേക്ഷകനായിട്ട് കൺവേ ആവും. അതായത് സ്ക്രീനിൽ കഥാപാത്രങ്ങൾ കരയുകയും ആ ഒരു ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇതാവും. എല്ലാവരും വേസ്റ്റാക്കി കളയും. കമലഹാസൻ, സിംബു, തൃഷ, കൂട്ടത്തിൽ ഭേദം ജോജുവും അഭിരാമിയുടെ റോളാണ്. കമലഹാസന്റെ റിയൽ ലൈഫ് ഇവിടെ എല്ലാവർക്കും അറിയാം. കാരണം ഒരു പെണ്ണിൽ മാത്രം തൃപ്തിപ്പെടൂല, വേറെ പെണ്ണുങ്ങൾ വേണം. ഇതിലും പറയുന്നുണ്ട് ബാക്കിയുള്ളവർ. അത് പറയാനാണെങ്കിൽ ഈ സിനിമ എടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? പിന്നെ പറഞ്ഞ് തേമ്പി പഴകിയ ഒരു കഥയാണ് പറയുന്നത്. ശരി, അത് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇമോഷൻസ് കൺവേ ആവില്ലേ? ഫസ്റ്റ് ഹാഫ് ഓക്കെ കണ്ടുകൊണ്ടിരിക്കും. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഒരു സീൻ ഉൾപ്പെടെ കമലഹാസൻ മണിരത്നം പാടുപെടും. അതായത് പ്രേക്ഷകരെ ഓരോ സിറ്റുവേഷനും സീൻസും കൺവേ ചെയ്യാൻ പാടുപെടും. ഈവൻ സിംബു കമലഹാസന്റെ ആ ഒരു സ്റ്റോറിയൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല ഇമോഷണലായിട്ട് കൊണ്ടുവരാം. പക്ഷെ സിംബുവിനെയൊക്കെ വേസ്റ്റൊക്കെ എനിക്ക് തോന്നുന്നു DQ ഈ റോള് മാറിയത് നന്നായിട്ട്. കാരണം DQവിന് ചീത്തപ്പേരായിരുന്നു. സിംബുവിനെയൊന്നും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈവൻ തൃഷയുടെ കഥാപാത്രം, എന്തിനാ ഒരു കഥാപാത്രം ഉള്ളതിൽ കുറച്ചെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് അഭിരാമിയും ജോജുവും കൊള്ളായിരുന്നു. ജോജുവിനെ ആയാലും എന്താ പറയുക, അങ്ങോട്ട് യൂസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചുമ്മാ ഈ 2.25 മണിക്കൂറിൽ ഒരു തിയേറ്ററിൽ പ്രേക്ഷകനെ വിളിച്ചിരുത്തി അയാളെ ശ്രമയെ പരീക്ഷിക്കുന്നത്. ഇപ്പം മണിരത്നത്തിന്റെ പടത്തിന്റെ ഫ്ലോയൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് തഗ് ലൈഫ് എന്ന് പറഞ്ഞ് പേര് വിട്ടിട്ട് ഡെഡ് ലൈഫ് മോഡാണ്. സത്യം ഒരു ഡെഡ് വിഷമമുണ്ട്, അതിൽ പിന്നെ ദേഷ്യമുണ്ട്. കാരണം നായകനൊക്കെ നമ്മളെ ക്ലാസിക് സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ എടുത്ത കോംബോ അവർ വന്നിട്ട്, കാരണം അത്രയും പ്രൊമോഷൻ ഇവർ ചെയ്തു, ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു നല്ല സിനിമ എന്ന് പറയാൻ പറ്റും. അപ്പം മാസ അങ്ങനെ സാധനം വേണമെന്ന് പറയുന്നത്. പക്ഷെ കാണുന്ന പ്രേക്ഷകനെ കൊന്നു കളഞ്ഞു. അതുകൊണ്ടാണ് പറയാം അത്രയും വിഷമമുണ്ട്. വെറും മോശം. മണിരത്നത്തിന്റെ ഫിലിമോഗ്രഫിയിൽ ഇത്രയും ഒരു മോശം പടം അദ്ദേഹം ചെയ്തിട്ടുണ്ട്.